വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മസാല ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഉള്ളി സാലാഡിൻ്റെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏത് നോൺ വെജിറ്റേറിയനോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ കറികളും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. പക്ഷേ ആ കറി ഇല്ലെങ്കിലും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുന്ന കാര്യം കൂടി വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ നോക്കിയാലോ. ആദ്യം തന്നെ ഇടിയപ്പം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ ചൂടോട് കൂടിയിട്ട് ഇതുപോലെ ആക്കരുത്. അങ്ങനെ ചൂടോടുകൂടി നമ്മൾ പൊടിച്ചെടുത്താൽ അതങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഒരു 1/2 സ്പൂണോളം നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ട, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പട്ട, ഗ്രാമ്പു, അതുപോലെ ഏലക്കായ്, അത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 1/2 ബൗള് സവാള ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അതോട് ചേർത്തിട്ട് ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ വരിക, പേസ്റ്റ് ആക്കണതിനേക്കാളും. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളി, അത് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷായിട്ട് വരണം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബീൻസ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതോടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാടൊന്നും സ്മാഷ് ആക്കിയിട്ട് ഒരുപാട് വേവിച്ച് ഉടക്കിയൊന്നും വേണ്ട, അത് തനിയെ വെന്തോളും. നമ്മൾ ചെറുതാക്കിയിട്ടല്ലേ അരിഞ്ഞിട്ടുള്ളൂ. പിന്നീട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ അതേ എരിവില്ലാത്ത കാരണം 1 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണൊക്കെ ആക്കിയിട്ട് കുറയ്ക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇത്ര എരിവ് വേണ്ടല്ലോ. നമ്മൾ ഓൾറെഡി പച്ചമുളകൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള കാരണം കുറച്ച് എരിവുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്ര എരിവ് കുറയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ തേങ്ങയൊന്നും ഇടരുത് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടാതെ തന്നെ ഉണ്ടാക്കണം. ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ലേശം ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. 1 പ്ലേറ്റ് ഇടിയപ്പമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ ഉള്ളിയും അതുപോലെ വെജിറ്റബിൾസൊക്കെ എടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ട് വരും. അതിനുശേഷം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 1 മുറി നാരങ്ങൻ്റെ നീരാണ് ചേർത്തിട്ടുള്ളത്. അതോടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യാം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നതിന് ശേഷം നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുതിനയില ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിനയിലയുടെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ. നമുക്ക് പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.